രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബാൻഡ് 5 നഴ്സുമാരുടെ റോൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോയി. റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ശോകമായതിനെ തുടർന്ന് പല സ്ഥലങ്ങളിൽ ക്രൈസിസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നഴ്സുമാർക്ക് ജോലി ഭാരം അധികമാണ് എന്ന പരാതി വന്നതിനെ തുടർന്നാണ് ബാൻഡ് 5 നഴ്സുമാരുടെ ജോബ് റിവ്യൂ ചെയ്യുന്നത്. അവർ എന്തൊക്കെ വർക്കാണ് ചെയ്യുന്നത്, ഇപ്പോൾ അവർക്ക് അനുവദിച്ചിരിക്കുന്ന ജോബ് ഡിസ്ക്രിപ്ഷനേക്കാൾ കൂടുതൽ വർക്ക് അവർ ചെയ്യുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സാലറി അവർക്ക് കിട്ടുന്നുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ ഒരു റിവ്യൂ നടത്താൻ വേണ്ടി പോവുകയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു 4 പോയിന്റിൽ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ ഒരു റിവ്യൂ എന്ന് പറയാൻ വേണ്ടി. കാരണം ഭൂരിഭാഗം മലയാളി നഴ്സുമാർ ബാൻഡ് 5-ലാണ് വർക്ക് ചെയ്യുന്നത്. പല നഴ്സുമാരും ഈ ബാൻഡ് 5-ൽ തന്നെ ബാൻഡ് 6-ലോട്ട് ഇന്റർവ്യൂ പോകാൻ അവർക്ക് ചിലപ്പോൾ ചില പേഴ്സണൽ കാര്യങ്ങൾക്കുണ്ട്. പലർക്കും ധൈര്യമില്ലാത്ത ബാൻഡ് 6-ലോട്ട് അപ്ലൈ ചെയ്യാൻ മാത്രം ധൈര്യമില്ലാത്ത ആൾക്കാരുണ്ടാവാം. അതല്ലാതെ ചില ആൾക്കാർക്ക് ബാൻഡ് 6-ലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തങ്ങൾക്ക് കിട്ടുന്ന ഓവർ ടൈമിൽ വല്ല മാറ്റങ്ങൾ വരുമോ എന്ന് ഭയന്ന് അങ്ങനെയുള്ള പല ആൾക്കാരും നമ്മൾ കണ്ടിട്ടുണ്ട്. ഓവർ ടൈമിലെ എമൗണ്ട് കൂടും എന്നുള്ളതുകൊണ്ട് തന്നെ പല നഴ്സിംഗ് മാനേജേഴ്സും എന്ത് ചെയ്യും, ബാൻഡ് 5 പോലെയുള്ള ആൾക്കാർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയുള്ളൂ. അതാകുമ്പോൾ ഓവർ ടൈമിൽ സാലറി കുറയുമല്ലോ. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ബാൻഡ് 5-ൽ നിന്നും 6-ലോട്ടോ 7-ലോട്ടോ പോകാൻ വിമുഖത പ്രകടിപ്പിക്കുന്നതായിട്ടും മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ബാൻഡ് 5-ൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ബാൻഡ് 5-ൽ ഒരു റിവ്യൂ നടത്താനുള്ള തീരുമാനമാണ് ഗവൺമെൻറ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് രണ്ടാമത്തെ പാക്കേജ് പോയിന്റായിട്ട് നമുക്ക് പറയാനുള്ളത്.